ഈ ഒരു ഫോണിനകത്ത് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സോങ് കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു സോങ് ഈ ഒരു ലേസർ വഴി ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഓഡിയോ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലേസർ നമുക്ക് ഇതിലോട്ട് അടിച്ചു കൊടുക്കാം. കേട്ടില്ലേ ഗൈസ് പാട്ട് കേൾക്കുന്നത്? നമ്മൾ ലേസർ അതിൽ നിന്ന് മാറ്റാൻ നേരത്ത് ആ പാട്ടങ്ങ് നിന്നു, ലേസർ കൊണ്ട നേരത്ത് പാട്ട് കേൾക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ ഇതിനെയാണ് ലേസർ ഓഡിയോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ ലേസറിന്റെ വെട്ടം എത്രത്തോളം ദൂരത്ത് കിട്ടുന്നുണ്ട് അത്ര ദൂരത്ത് നമുക്ക് ഇത് വർക്ക് ചെയ്യും. നമുക്ക് ഈ ലേസർ ഓഡിയോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കാൻ എന്തൊക്കെ കമ്പോണൻസ് ആണ് ആവശ്യമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊക്കെ ഒരു ലേസർ ആവശ്യമുണ്ട്. ഈ ലേസർ ഞാൻ നമ്മുടെ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ മേടിച്ചതാണ്. അപ്പോൾ ഈ ലേസർ നമുക്ക് ഇതുപോലൊക്കെ ആവശ്യമില്ല. അതിനകത്തിരിക്കുന്ന ലേസർ ലൈറ്റ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഞാൻ അതിൽ നിന്ന് ഇളക്കിയെടുത്തതാണ്. അടുത്തായിട്ട് നമുക്ക് ഇതുകൊണ്ട് 5 വോൾട്ടിന്റെ ആംപ്ലിഫയർ മൊഡ്യൂൾ വേണം. അതുപോലെ തന്നെ 7058 എന്ന് പറഞ്ഞ ഒരു IC നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ 10 UFന്റെ ഒരു കപ്പാസിറ്റർ, 470 ഓംസിന്റെ 2 റെസിസ്റ്റർ, ഒരു സ്വിച്ച്, 2 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യാൻ ആവശ്യമായ പിന്നെ ഒരു സോളാറിന്റെ പാനൽ, പിന്നെ ഇതുപോലൊക്കെ ഒരു സ്പീക്കറും, അതുപോലെ ഒരു AUX കേബിളും. ഈ AUX കേബിൾ എടുത്തിരിക്കുന്നത് പഴയ കേടായി പോയ ഹെഡ്സെറ്റിൽ നിന്നുമാണ്. ഇനി നമുക്കിതെല്ലാം ഓരോന്നോരോന്നായിട്ട് അസംബിൾ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ റിസീവറാണ്. റിസീവർ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ IC എടുത്തിട്ടുണ്ട്. ഈ ICയുടെ ഫസ്റ്റ് ലെഗിലോട്ട് നമുക്ക് ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് കണക്ഷൻ സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും കണക്ഷൻ സോൾവ് ചെയ്തെടുക്കാം. ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ് നമുക്കിതിനകത്ത് എല്ലാം സോൾവ് ചെയ്ത് കണക്ഷനെ കണ്ടുപിടിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് വരുന്ന പോസിറ്റീവ് കണക്ഷൻ നമുക്ക് ഈ ICയുടെ മൂന്നാമത്തെ ലെഗിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് കണക്ഷൻ, അതുകൊണ്ട് തന്നെ ഈ ആംപ്ലിഫയർ ബോർഡിന്റെ നെഗറ്റീവ് കണക്ഷനും അതുകൊണ്ട് തന്നെ നമ്മുടെ സോളാറിന്റെ നെഗറ്റീവ് കണക്ഷൻ നമുക്ക് ഒരുമിച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നെഗറ്റീവ് കണക്ഷനിൽ നമുക്ക് ICയുടെ സെൻട്രൽ ലെഗിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 10 UFന്റെ കപ്പാസിറ്റർ നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിന്റെ ലെഫ്റ്റ് എന്ന് എഴുതിയേക്കുന്ന പോർഷനിലോട്ട് നമുക്ക് ഇതിന്റെ പോസിറ്റീവ് ലെഗ് സോൾവ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ സോളാറിന്റെ പോസിറ്റീവ് ലെഗ് നമുക്ക് ഈ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ലെഗുമായിട്ട് കണക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് സ്പീക്കറിലോട്ട് പോകുന്ന ഔട്ട് നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് റൈറ്റിലോട്ട് പോകുന്ന സ്പീക്കറിൻ്റെ ഔട്ട് കണ്ട് ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 വയർ നമുക്ക് സോൾവ് ചെയ്ത് പുറത്തോട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ റിസീവറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്പീക്കറും ബാറ്ററിയോടെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ബോക്സിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു PVC ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റായിട്ടെല്ലാം ഇരിക്കാൻ വേണ്ടി ഞാൻ എല്ലാം കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ലെഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അവിടെ ഒരു സ്വിച്ച് കൂടെ കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ ആ സ്വിച്ച് സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ 9 വോൾട്ട് ബാറ്ററിയോട് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഞാൻ ഈ സോളാറിൻ്റെ കണക്ഷൻ അല്പം നീളം കൂട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത് പോയിരുന്ന വയറിന് അല്പം നീളം കുറഞ്ഞു പോയി. ഞാൻ ആക്ച്വലി നീളം കൂട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കണക്ക് അടപ്പൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് ഈ സോളാറിൻ്റെ ബോർഡൊക്കെ ഇറങ്ങുമെന്ന് നോക്കിയിട്ട് വേണം കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട ആവശ്യം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ആദ്യം കണക്ഷൻ എല്ലാം കാണിച്ചത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് സ്പീക്കറിൻ്റെ കണക്ഷനോട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി സ്പീക്കറിൻ്റെ കണക്ഷൻ നമ്മൾ ആംപ്ലിഫയർ മോഡ്യൂളിൽ നിന്ന് പുറത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്പീക്കറിൻ്റെ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിനകത്തോടെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ റിസീവറിൻ്റെ ബോക്സ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സോളാറിൻ്റെ ബോർഡോട് നമ്മൾ ഇതുപോലെ ക്ലാമ്പ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇവിടെ. ഇനി നമുക്ക് അടുത്തതിൻ്റെ ട്രാൻസ്മിറ്ററോടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്മിറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഈ AUX കേബിളിൻ്റെ സ്ലീവ് കളഞ്ഞ് ഇതിൻ്റെ 3 വയർ പുറത്തോട്ട് എടുക്കുകയാണ്. അങ്ങനെ ഇതിനകത്ത് 3 വയറുണ്ട്. ഈ 3 വയർ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണ്ടൊക്കെ ഒരു സ്ലീവ് ഉണ്ട്. അപ്പോൾ ഈ സ്ലീവ് നമുക്ക് കളയണം. സ്ലീവ് കളയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് തീരെ എടുത്തിട്ട് കാണിച്ചാൽ ഇതിൻ്റെ സ്ലീവ് ഉരുകി പോകുന്നതായിരിക്കും. കണ്ടില്ലേ സ്ലീവ് ഉരുകി പോകുന്നത്? സ്ലീവ് അല്ല, ഇതിനകത്ത് ഇൻസുലേഷൻ കോട്ടിങ് നമ്മൾ ഉരുകി കളയണം. അത് നമ്മൾ ഉരുകി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തെ വയറിൻ്റെ കോഡ് നമ്മൾ കണ്ടുപിടിക്കണം. കളർ കോഡാണ്. ഈ കളർ കോഡിനകത്ത് ലെഫ്റ്റ് റൈറ്റ് കോമൺ 3 പിന്നായിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കളർ കോഡ് വെച്ചിട്ട് ഇതിനകത്ത് ഈ ഒരു റെഡും ബ്ലൂ ആണ് ലെഫ്റ്റ് റൈറ്റ് വരുന്നത്. ഈ ഒരു ഗോൾഡ് ആണ് കോമൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റും റൈറ്റൂടെ നമുക്ക് ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്യാം. അങ്ങനെ AUXനകത്ത് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് വരുന്ന കണക്ഷൻ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് ഇനി ബാറ്ററിയിൽ നിന്ന് വരുന്ന ഈ ഒരു നെഗറ്റീവ് കണക്ഷനോടെ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി AUX കേബിളിൻ്റെ കോമൺ കണക്ഷൻ വരെ നമുക്ക് ലേസറിൻ്റെ മൊഡ്യൂളായിട്ട് സോൾവ് ചെയ്തെടുക്കാം. ഇതിൻ്റെ നെഗറ്റീവ് ലെഗുമായിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നെഗറ്റീവ് ലെഗ് വരുന്നുണ്ട് ഈ ഒരു സ്വിച്ച് ഇരിക്കുന്നിടത്താണ്. അപ്പോൾ സ്വിച്ച് ഇരിക്കുന്നത് നമുക്ക് സ്വിച്ച് ഒഴിവായിക്കൊണ്ട് തൊട്ടപ്പുറത്ത് വരുന്ന ലെഗിലോട്ട് ഇത് സോൾവ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ സ്വിച്ച് ഒഴിവായി കിട്ടും.
അങ്ങനെ നമ്മൾ ലേസറിൻ്റെ നെഗറ്റീവ് ലെഗിലോട്ട് AUXൻ്റെ കേബിൾ സോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ഇതുപോലെ 470 ഓംസിൻ്റെ 2 റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഈ റെസിസ്റ്റർ നമുക്ക് പാരലായിട്ട് കൊടുക്കാം. പാരലായിട്ട് കൊടുക്കാൻ വളരെ ഈസിയാണ്. ഇങ്ങനെ കണക്ഷൻ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെ ഒരു ലെഗിലോട്ട് നമുക്ക് ഇതുപോലെ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് കണക്ഷൻ കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇൻസുലേറ്റ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ലെഗയിലോട്ട് നമുക്ക് ലേസറിൻ്റെ പോസിറ്റീവ് ലെഗ് കൂടെ ഇതുകൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ലേസറിൻ്റെ പോസിറ്റീവ് കണക്ഷൻ വരുന്ന ഇവിടെയാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ്. ഇതിൻ്റെ മണ്ടയിൽ കൂടെ അലൂമിനിയം കോട്ടിങ് ചെയ്തൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ആ പോസിറ്റീവ് കണക്ഷനും അതുകൊണ്ട് തന്നെ നമ്മുടെ റെസിസ്റ്ററിൻ്റെ ഒരു ലെഗ് കൂടെ ഇതിലോട്ട് വെച്ച് കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് ബാറ്ററിയോടെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലൊരു കേസിനകത്തോട്ട് ഒതുക്കി വെക്കാം. അങ്ങനെ നമ്മൾ ഈ ലേസറിൻ്റെ ട്രാൻസ്മിറ്റർ ഈ ഒരു PVC പൈപ്പിനകത്തോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലേസർ വരുന്ന ഇവിടെ നിന്നും ഇതിൻ്റെ AUX കേബിൾ കണ്ട് ഇവിടെയാണ്. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രാൻസ്മിറ്ററും നമ്മുടെ റിസീവറും നമ്മൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ബാറ്ററിന് സത്യം പറഞ്ഞാൽ കാണിക്കാൻ മറന്നുപോയി. ഞാനത് വീഡിയോ റെക്കോർഡ് ചെയ്തില്ല, അതാണ് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മൊഡ്യൂൾ ഇതിനകത്ത് കയറ്റി വെച്ചതേ ഉള്ളൂ. ബാക്കിയൊന്നും പ്രത്യേകിച്ച് ഇതിൽ ബാക്കോട്ട് ഹോൾട്ട് നമ്മുടെ AUX പിൻ വെളിലോട്ട് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് AUX സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഏതൊരു ഹെഡ്സെറ്റ് കുത്തുന്ന ജാക്കുള്ള ഫോണിലും ഈ AUX സപ്പോർട്ട് ചെയ്യും. അത് നമ്മുടെ ഹെഡ്സെറ്റിന്റെ AUX എടുത്തേക്കുന്നുണ്ടാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെ ഹെഡ്സെറ്റിന്റെ AUX എടുക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ ഫോണിലെല്ലാം സൂട്ടാവും. മിക്കവാറുള്ള ഫോണിലെല്ലാം നമുക്ക് AUX സപ്പോർട്ടുള്ള ഫോണായിരിക്കും വരുന്നത്. ഈ ഐഫോണൊക്കെ ഒഴിച്ച് ഐഫോണായാലും ഈ AUX സപ്പോർട്ടില്ലാത്ത ഫോണെല്ലാം നമുക്ക് ചാർജറിനകത്ത് AUX കേബിൾ ഡയറക്റ്റ് മേടിച്ച് കുത്താവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഫോൺ എടുത്തിട്ടുണ്ട്. ഈ ഫോണിനകത്ത് നമുക്കിനി ഈ കേബിൾ കുത്തി നോക്കാം. കണ്ടില്ലേ ഗൈസ്, കുത്തിയപ്പോൾ തന്നെ ഇതിനകത്ത് LED വർക്കായത് കണ്ടില്ലേ. അപ്പോൾ ഈ AUX പിൻ കുത്താതിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ലേസർ വർക്ക് ആവത്തില്ല. AUX പിൻ കുത്തുമ്പോൾ മാത്രമായിരിക്കും ലേസർ വർക്ക് ആവുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഉണ്ടോ, AUX പിൻ കണക്ട് ചെയ്തു, ഇതിനകത്ത് ലേസർ വർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്തൊരു സോങ് പ്ലേ ചെയ്ത് ഇതിനകത്ത് ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റിസീവർ ഉപയോഗിച്ച് കേട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് സോങ് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനൊരു സ്വിച്ച് ഉണ്ട്, അത് ഓണായി കൊടുക്കാം. ഓണായി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ലൈറ്റിന്റെ ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബീം സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്വിച്ച് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഫുൾ ടൈം ഇത് വർക്ക് ചെയ്ത് ബാറ്ററിയുടെ ചാർജ് വളരെ പെട്ടെന്ന് തീർന്നു. എന്നിട്ട് നമുക്ക് ഈ ഫോണിനകത്ത് ഒരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് പ്ലേ ചെയ്യാം. ഞാൻ 2 നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലേസറിനകത്ത് ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ ഫയലാണ്. അപ്പോൾ ഈ ഓഡിയോ ഫയൽ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് കേൾക്കാൻ വേണ്ടി നമ്മൾ ഈ വെച്ചേക്കുന്ന സോളർ പാനലിലോട്ട് ജസ്റ്റ് അടിച്ചു കൊടുക്കാം. കേട്ടോ ഗൈസ്, ആ പാട്ട് കേൾക്കുന്നത് നമ്മൾ ആ ലേസറിന്റെ പോയിന്റ് താഴോട്ട് മാറ്റാൻ നേരത്ത് നിന്നു വന്നു. കണ്ടില്ലേ, കണ്ടോ? നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റൻസ് വെച്ച് നോക്കാം. കണ്ടോ, അത്രയും ഡിസ്റ്റൻസ് ചെയ്യാൻ വെച്ചിട്ടും നമുക്ക് ഈ അറ്റത്ത് പോയി നോക്കാം. കണ്ടില്ലേ? അപ്പോൾ ഈ ലേസർ എത്രത്തോളം മാക്സിമം ദൂരമോ അത്രത്തോളം ദൂരം ഇത് നമുക്ക് കിട്ടുന്നതായിരിക്കും. മാറ്റ സമയത്ത് പാട്ട് തന്നു. അപ്പോൾ വീണ്ടും കേട്ട്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ലേസർ ഓഡിയോ ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലേസർ ഓഡിയോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊരു സ്കൂളിലെ DIY പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ആ ചാനൽ ആദ്യമായിട്ടാണ് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആയിരുന്നു വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.